ഇന്ന് പലരും വന്നിട്ട് നന്ദി പറയുവാണ് അജിത് അഗാക്കറിനോടും ഗൗതം ഗംഭീറിനോടും. നിങ്ങൾ കാരണം ഇന്ന് എന്തായാലും ഞങ്ങൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിന്റെ സ്കോർ ബോർഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കേട്ടോ. സ്കോർ ബോർഡ് ചെക്ക് ചെയ്തപ്പോഴേ ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. 22 സെഞ്ചുറി ഒറ്റ ദിവസം കൊണ്ട്. 200 റൺസ് അടിക്കുന്നു, 32 ബോളിൽ നിന്ന് സെഞ്ചുറി അടിക്കുന്നു, 33 ബോളിൽ നിന്ന് ഇഷാൻ കിഷൻ വന്ന് സെഞ്ചുറി അടിക്കുന്നു, 36 ബോളിൽ നിന്ന് വൈഫ് ഓഫ് സൂര്യവംശി വന്ന് സെഞ്ചുറി അടിക്കുന്നു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വന്നിട്ട് സിമ്പിളായിട്ട് സെഞ്ചുറി അടിച്ചിട്ട് പോകുന്നു. സോ എന്നാ മനോഹരമായ ഒരു ദിവസമായിരുന്നു ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിന്. കർണാടക വന്നിട്ട് 413 റൺസ് ചേസ് ചെയ്യുന്നു. സെക്കൻഡ് ഹയസ്റ്റ് ചേസ് ആണ് കർണാടകയുടെ. ബീഹാർ വന്നിട്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോർ എടുക്കുന്നു, 574 റൺസ് എടുക്കുന്നു. നോക്കുവാണെങ്കിൽ ഇന്നൊരു സൂപ്പർ ഡേ ആയിരുന്നു ഡൊമസ്റ്റിക് ക്രിക്കറ്റിന്. ഒരുപാട് പേരുന്ന് വന്നിട്ട് എന്തായാലും വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും സ്കോർ ചെക്ക് ചെയ്യാൻ വേണ്ടി തുറന്നു നോക്കുന്നതിന്റെ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ സ്കോറും കൂടെ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേന് എല്ലാവരെയും കണ്ണ് തള്ളിപ്പോയി. ഒരുപാട് പേരുണ്ട് ഡൊമസ്റ്റിക് ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വന്നപ്പോഴത്തേന് പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് പേര് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് എന്താണെന്ന് കൂടുതലായിട്ട് അറിഞ്ഞു. അതിന് എല്ലാവരും താങ്ക്സ് പറയുന്നത് ഗൗതം ഗംഭീറിനോടും അജിത് അഗാക്കറിനോടുമാണ്. പക്ഷേ ഇന്നത്തെ കളി നോക്കുവാണെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് ഇല്ലായിരുന്നു. 19 കളിയൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലോകത്തിലെ റിച്ചസ്റ്റ് ബോൾ എന്നൊക്കെ പറഞ്ഞാലും ഇച്ചിരി പാടാ. ഒന്നുമില്ലെങ്കിൽ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെ കളിയെങ്കിലും ഇവർക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഗ്രൗണ്ടിൽ പോയി അവരുടെ കളി കണ്ടവരെല്ലാവരും സന്തോഷവാന്മാരാണ്, ഹാപ്പിയാണ്. ഇന്റർനാഷണൽ മത്സരം ഒന്നും പോയി എല്ലാവർക്കും കാണാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ഒക്കെ ആകുമ്പോൾ എളുപ്പമാണ്, പോയി കളി കാണാൻ കഴിയും. സോ ഒരുപാട് പേർക്ക് ഇന്ന് പോയി കളി നേരിട്ട് കാണാൻ കഴിഞ്ഞു. ഒരുപാട് പേർക്ക് ഇന്ന് എന്തായാലും സ്കോർ ബോർഡ് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പറയുക, നിങ്ങൾക്ക് ഞങ്ങളെ ആയിരുന്നല്ലോ സംശയം. ലോകത്ത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സംശയിച്ച 2 പേരേ ഉള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി അവർ ഇന്ത്യയുടെ ഹെഡ് കോച്ചും മറ്റൊരാൾ ചീഫ് സെലക്ടറുമാണ്. സോ ഇന്ന് എന്തായാലും വന്നിട്ട് അവർ പുഷ്പം പോലെ വന്ന് സെഞ്ചുറി അടിച്ചിട്ട് പോയി. ഈ ഡൊമസ്റ്റിക് പിള്ളേരെ തല്ലിയിട്ട് വേണ്ട ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾ എന്നേ പ്രൂവ് ചെയ്തതാ, പണ്ടേ പ്രൂവ് ചെയ്തതാ, ഒന്നും കൂടെ പ്രൂവ് ചെയ്തേക്കാം. ഇന്ന് വന്നിട്ട് അവർ വെറൈറ്റി ആയിട്ടുള്ള ഷോട്ടൊക്കെ കളിക്കുന്നുണ്ട്. രോഹിത് ശർമ്മയുടെ ഒരു ഷോട്ട് ഞാൻ ഇന്ന് കണ്ടു, ഒരു സ്വീപ്പ് ഷോട്ട് കളിക്കുന്നുണ്ട്. പേസ് ബോളറെ ഒരു സ്വീപ്പ് ഷോട്ട് ഇരുന്നുകൊണ്ട്. പിന്നെ വിരാട് കോഹ്ലി നോക്കിയപ്പോഴത്തേക്കും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കളിക്കുന്നുണ്ട്. വിനോദിന്റെ മിഡ് ഓഫിന്റെ മേലിലൂടെ സ്ട്രെയിറ്റ് ആയിട്ട് കളിക്കുന്നുണ്ട് ഇറങ്ങിയിട്ട്. ഇന്ന് വന്നിട്ട് അവർ വെറൈറ്റി ആയിട്ടുള്ള ഷോട്ടുകളും കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുന്നതായിട്ട് കണ്ടു. വലിയ ഇഞ്ചുറി ഒന്നും കൂടാതെ അവർ സെഞ്ചുറി അടിച്ചു. അവരുടെ ടീമിനെ അവർക്ക് വിജയിപ്പിക്കാനായി. ആദ്യം തന്നെ വിരാട് കോഹ്ലിയും തുടങ്ങാം. 15 വർഷത്തിന് ശേഷമാണ് വിജയ ഹസാര ട്രോഫി കളിക്കുന്നത്. 15 വർഷത്തിന് ശേഷം വന്നു. ഫസ്റ്റ് കളി തന്നെ സെഞ്ചുറി എടുത്തു. 16,000 റൺസ് ലിസ്റ്റ് എ മത്സരത്തിൽ കണ്ടെത്തി. 58 സെഞ്ചുറി കണ്ടെത്തി. അതായത് സച്ചിന്റെ തൊട്ട് പുറവിലുണ്ട് 2 റെക്കോർഡിനകത്ത്. വിരാട് കോഹ്ലി നോക്കുകയാണെങ്കിൽ ഒരു ഫാമിലി മാനായിട്ട് ഒതുക്കപ്പെട്ടു പോയായിരുന്നു. താടിയൊക്കെ നമ്മൾ കണ്ടില്ലായിരുന്നു, നരച്ച് താടി, ഡൈ ഒന്നും അടിക്കാതെ ഒരു പതുങ്ങിയിരിക്കുന്ന ഒരു വിരാട് കോഹ്ലി ആയിരുന്നു. പക്ഷെ എപ്പോഴൊക്കെയാണോ വിരാട് കോഹ്ലിയുടെ മൂട്ടിൽ തീ വെച്ച് കൊടുത്തിട്ടുള്ളത്, വിരാട് കോഹ്ലി നിന്ന് കത്തും. തീ കത്തിച്ചവനെ ഉണ്ടല്ലോ ഭസ്മമാക്കിയിട്ട് വിരാട് കോഹ്ലി പോകത്തുള്ളൂ. വിരാട് കോഹ്ലി ആസ്ട്രേലിയ കളിക്കാൻ വരുമ്പോഴത്തേന് ആസ്ട്രേലിയയുടെ ഹെഡ് കോച്ച് പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ജസ്റ്റിൻ ലാംഗർ. നിങ്ങൾ വിരാട് കോഹ്ലിയെ കയറി ചൊറിയാൻ പോരില്ലേ, അവനെ അവൻ്റെ വഴിക്ക് വിട്ടേര്. അവനെ കയറി ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അവൻ സെഞ്ചുറി അടിക്കും, അവൻ നമ്മളെ തോപ്പിക്കും, പിന്നെ അവൻ വന്ന് പള്ളം വിളിക്കും. ഇതൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വിരാട് കോഹ്ലിയെ ചൊറിയാൻ പോരുന്നാണ് ആസ്ട്രേലിയക്കാർ പറയുന്ന ഒരു ഡയലോഗ്. പക്ഷെ വിരാട് കോഹ്ലിയെ ചൊറിയാൻ പോയി അജിത് അഗാക്കറും ഗൗതം ഗംഭീറും ഇന്ന് നിന്ന് കത്തുവാണ്. 164ന്റെ ആവറേജാണ് 4 കളിയിൽ നിന്നായിട്ട്. അതായത് അവസാനത്തെ 4 കളി പരിശോധിക്കുകയാണെങ്കിൽ 3 സെഞ്ചുറി. സെഞ്ചുറി എന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും നിസ്സാരമല്ലേ, സെഞ്ചുറി ഒക്കെ എടുക്കുകയെന്ന് വെച്ചാൽ എന്താ. പക്ഷെ 2 വർഷം ഉണ്ടായിരുന്നു വിരാട് കോഹ്ലിയുടെ കരിയറിൽ. 2 വർഷം നോ സെഞ്ചുറി ആയിരുന്നു. ഒറ്റ സെഞ്ചുറി ഇല്ലായിരുന്നു ഒരു ഫോർമാറ്റിലും 2 വർഷം. സോ ഇപ്പം വന്നിട്ട് ആ മനുഷ്യൻ കൂളായിട്ട് കളിക്കുകയാണ്. 2016 വിൻറ്റേജ് വിരാട് കോഹ്ലിയെ കാണാൻ കഴിയുന്നു. T20 വേൾഡ് കപ്പിന് ഇല്ലല്ലോ ഈ മനുഷ്യൻ, റിട്ടയർ ചെയ്തല്ലോ എന്നുള്ള മാത്രമേ ഉള്ളൂ വിഷമം. സാരമില്ല, RCBയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ടൈം തന്നെയാണ്, യൂട്ടിലൈസ് ചെയ്യുക. 2016 വിരാട് കോഹ്ലി വെച്ചിട്ട് നിങ്ങൾക്ക് 2026 കപ്പടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കുക. ഇതാണ് നിങ്ങളുടെ ടൈം. വിരാട് കോഹ്ലി 2027 കളിക്കണമെന്ന് ഒരു താല്പര്യമില്ലായിരുന്നു. വിരാട് കോഹ്ലി ഇപ്പം ടീമിനൊപ്പം നിൽക്കുന്നത് രോഹിത് ശർമ്മയ്ക്ക് വേണ്ടിയാണ്. വിരാട് കോഹ്ലി പോകുമ്പോഴത്തേനും രോഹിത് ശർമ്മയ്ക്കെതിരെ ഫിംഗർ ഉയരാൻ തുടങ്ങും. താണ്ട് വിരാട് കോഹ്ലി പോയെങ്കിൽ രോഹിത് ശർമ്മ എന്തിനാണ് നിൽക്കുന്നതെന്ന്. ഈ മനുഷ്യൻ നിൽക്കുന്നത് രോഹിത് ശർമ്മയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെയാണ് നിന്ന് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വിരാട് കോഹ്ലിക്കെതിരെ ചോദ്യം ഉയർന്നപ്പോഴത്തേനും നിനക്ക് ഫോം ഉണ്ടോ, നിനക്ക് 2027 വരെ കളിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം അയാളുടെ ഈഗോയെ നല്ലപോലെ ഹേർട്ട് ചെയ്തു. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആസ്ട്രേലിയ നോക്കുവാണെങ്കിൽ അവസാനത്തെ കളി ഹാഫ് സെഞ്ചുറി. സൗത്ത് ആഫ്രിക്കയെതിരെ നോക്കുവാണെങ്കിൽ 2 സെഞ്ചുറി, ഒരു ഹാഫ് സെഞ്ചുറി. നമ്മൾ ആ ദിവസം 3ാമത്തെ കളി സൗത്ത് ആഫ്രിക്ക കുറച്ചും കൂടെ സ്കോർ എടുത്തിരുന്നെങ്കിൽ എന്ന് മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷേ സൗത്ത് ആഫ്രിക്ക അത്ര സ്കോർ എടുക്കാൻ കഴിഞ്ഞില്ല. വിരാട് കോഹ്ലി വന്ന് 70+ സ്കോർ എടുത്തു. സ്കോർ വളരെ കുറവായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ.
ഈസി ആയിട്ട് ഇന്ത്യ മത്സരം ചേസ് ചെയ്തു. അല്ലെങ്കിൽ അവസാനത്തെ കളിയിലും സെഞ്ചുറി എടുത്തു പോയതിനെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. ഇന്ന് വന്നിട്ട് ആന്ധ്രയ്ക്കെതിരെ വന്നിട്ട് നിസ്സാരമായിട്ട് സെഞ്ചുറി എടുത്തു. നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെയാണ് ഒരു സൈഡിൽ ബോളർ. വലിയ വെൽ ക്ലാസ് ബോളർമാരാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാലും സെഞ്ചുറി തന്നെയാണ്. വന്നിട്ട് ഇന്നും പ്രൂവ് ചെയ്തു. 2027 ഫിറ്റാവുന്ന ആദ്യത്തെ വ്യക്തി ദൈവാനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ മനുഷ്യൻ വിരാട് കോഹ്ലി തന്നെ ആയിരിക്കും. മറ്റൊരാൾ രോഹിത് ശർമ്മ. എങ്ങനെയെങ്കിലും 2027 ടീമിലേക്ക് ഒന്ന് എന്നെ എടുത്താൽ മാത്രം മതി. ഞാൻ എന്തിനും തയ്യാറാണ്. വെയിറ്റ് കുറയ്ക്കണോ കുറയ്ക്കാം, ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണോ ആരെക്കാളും മുമ്പേ പോയി കളിച്ചോളാമേ എന്നാ പറയുന്നത്. 2023 എൻ്റെ ഫാൻ ബോയ് ആയ ട്രാവസ് ഹെഡ് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോയതാ വേൾഡ് കപ്പ്, ODI വേൾഡ് കപ്പ്. അല്ലെങ്കിൽ ഞാനിതാണ്ട് ഇതിൻ്റെ പുറകെ നടക്കത്തില്ലായിരുന്നു, എനിക്കിതിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷേ 2011 എന്നെ പരിഗണിച്ചില്ല. പക്ഷേ ബാക്കി 2023 എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ടീമിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല, ഒരു കപ്പടിക്കാൻ കഴിഞ്ഞില്ല. അതിനുവേണ്ടി മാത്രമാണ് രോഹിത് ശർമ്മ ഇപ്പം കളിക്കുന്നത്. 2027 ഒരു വേൾഡ് കപ്പ് ട്രോഫി നമ്മുടെ കയ്യിലോട്ട് എത്തിക്കുക. ഒരു ട്രോഫി 2027 ഇന്ത്യ എടുത്താൽ എന്താ പുളിക്കൂ? BCCയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം T20 വേൾഡ് കപ്പിന് ശേഷം ഒരു ട്രോഫി വന്നാൽ എന്താ പുളിക്കുമോ? അവർക്ക് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഫോം ഉണ്ട്, അവർ പെർഫോമൻസ് ചെയ്യട്ടെ. ഇന്നും വന്ന് രോഹിത് ശർമ്മയുടെ കളി കാണുമായിരുന്നു. എന്നാ മനോഹരമായിട്ട് പുൾ ഷോട്ട് കളിച്ചിരുന്നു. 9 സിക്സ് അടിച്ചത്, 155 റൺസ് കണ്ടെത്തിയത്. 155 റൺസ്. എല്ലാ വിമർശകരുടെയും കുറച്ച് നാളത്തേക്ക് അടച്ചു വെക്കാൻ ഇന്ന് രോഹിത് ശർമ്മയും വന്ന് പറഞ്ഞു. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ വേഗതയേറിയ സെഞ്ചുറിയാണ്. 32 ബോളിൽ നിന്ന് സക്കിബുൽ ഗ്യാനി എന്ന് പറഞ്ഞ ബീഹാറിന്റെ ക്യാപ്റ്റൻ വന്നിട്ട് ഇന്ന് സെഞ്ചുറി എടുത്തു. മറ്റൊരു സെഞ്ചുറിയാണ് ഇഷാൻ കിഷൻ. 33 ബോളിൽ നിന്ന് വന്ന് സെഞ്ചുറി എടുത്തു. സെഞ്ചുറി എടുത്തതല്ല വലിയ കാര്യം, കളിച്ച പൊസിഷനാണ്. ഇഷാൻ കിഷൻ നോട്ടം ഇടുന്നത് ഇന്ത്യയുടെ നമ്പർ 6 പൊസിഷനാണ്, അല്ലെങ്കിൽ മിഡിൽ ഓർഡറാണ് ഇഷാൻ കിഷൻ നോട്ടം ഇടുന്നത്. ഇഷാൻ കിഷൻ അറിയാം, ഓപ്പണിങ് നോക്കുവാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ, ശുഭ്മൻ ഗില്ല്, സഞ്ജു, അഭിഷേക് ശർമ്മ, വൈഭവ് സൂര്യവംശി വരാൻ കിടക്കുന്നു. അങ്ങനെ ഒരുപാട് പേര് വരാൻ കിടക്കുന്നു. അതിനകത്ത് എന്നെ മേ ബി പരിഗണിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നോട്ടം ഇടുന്നത് ഇന്ത്യയുടെ 3 ഫോർമാറ്റിലെ മിഡിൽ ഓർഡർ പൊസിഷൻ ആണെന്നാണ് ഇന്നത്തെ ബാറ്റിംഗ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇന്ന് വന്ന് കളിച്ചത് നമ്പർ 6 പൊസിഷനിലാണ്. അവിടെ വന്നിട്ട് സെഞ്ചുറി എടുത്തു 33 ബോളിൽ നിന്ന്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ഫോം അതേപടി നോക്കുവാണെങ്കിൽ ഇഷാൻ കിഷൻ ക്യാരി ചെയ്യുന്നു. ഇഷാൻ കിഷൻ സഞ്ജു സാംസന് മാത്രമല്ല ഒരു പണി, സൂര്യകുമാർ യാദവിന് ഒരു പണിയാണ്. ഇഷാൻ കിഷന് നമ്പർ 3 കളിക്കാൻ കഴിയും, തിലക് വർമ്മയ്ക്ക് നമ്പർ 4 കളിക്കാൻ കഴിയും. എങ്കിൽ സൂര്യകുമാർ യാദവിൻ്റെ ആവശ്യം ഇല്ല, സൂര്യകുമാർ യാദവ് ഫോം ആയില്ലെങ്കിൽ. സോ ഇഷാൻ കിഷൻ എന്ന് പറഞ്ഞാൽ 2 പേർക്കുള്ള തുറുപ്പ് ചീട്ടാണ്. ഒന്ന് സഞ്ജു സാംസൺ, മറ്റൊന്ന് സൂര്യകുമാർ യാദവ്. പിന്നെ മറ്റൊരു പ്ലെയറാണ് വൈഭവ് സൂര്യവംശി. 36 ബോളിൽ നിന്ന് വന്ന് സെഞ്ചുറി എടുക്കുന്നു. 190 റൺസ് വൈഭവ് സൂര്യവംശി എടുക്കുന്നു. 200 റൺസ് ജസ്റ്റ് മിസ്സായിപ്പോയി. ഇന്ന് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വൈഭവ് സൂര്യവംശി ഈ ഒരു പെർഫോമൻസ് പാകിസ്ഥാനെതിരെ കാഴ്ചവെച്ചുകൂടായിരുന്നു? എന്നാൽ അമ്മമാർ കൂവലോ അവരുടെ കൂടെ തോക്കേണ്ടതായിട്ട് ഒന്നും വരത്തില്ലായിരുന്നു. കുറച്ചും കൂടെ ക്ഷമയോടെ ഇന്ന് അവിടെ കളിച്ചിരുന്നെങ്കിൽ മേ ബി ജയിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു. വൈഭവ് സൂര്യവംശിക്ക് പാകിസ്ഥാനെതിരെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാമായിരുന്നു. പക്ഷേ ഒരു 15 വയസ്സുകാരൻ ആ ഒരു പ്രഷർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ വന്നിട്ട് ഇന്ത്യയുടെ ബോളർമാരെ തല്ലി തകർക്കുവാണ്. സോ ഫ്യൂച്ചർ ഫോർ ഇന്ത്യ വൈഭവ് സൂര്യവംശി. പിന്നെ സാസ്തിക് സമാൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഇന്ന് നോക്കുവാണെങ്കിൽ 200 റൺസ് എടുത്തു. പിന്നെ ദേവത് പടിക്കൽ 118 ബോളിൽ നിന്ന് 147 റൺസ് എടുത്തു, ബാംഗ്ലൂരിനെ വിജയിപ്പിച്ചു. അതായത് 413 റൺസ് ചേസ് ചെയ്യാൻ വേണ്ടി ദേവത് പടിക്കലിന്റെ ഇന്നിങ്സും ക്രൂഷ്യലായി. അതായത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ 2ാമത്തെ ഉയർന്ന റൺ ചേസ് ആയിരുന്നു 413 റൺസ്. അതെടുക്കാൻ ദേവത് പടിക്കലിന്റെ പെർഫോമൻസിനും ആയി. ഇഷാൻ കിഷൻ സെഞ്ചുറി എടുത്തു. പക്ഷേ ഇഷാൻ കിഷന്റെ ടീമിനെ ദേവത് പടിക്കൽ പരാജയപ്പെടുത്തി. വെങ്കടേഷ് അയ്യർ അവിടെ നിൽപ്പുണ്ടേ. വെങ്കടേഷ് അവിടെ നിൽക്കുമ്പോഴത്തേന് ദേവത് പടിക്കൽ ഒരുപാട് പെർഫോമൻസ് ചെയ്താലേ പറ്റത്തുള്ളൂ. ആ ഒരു പെർഫോമൻസ് വന്നിട്ട് ദേവത് പടിക്കൽ ഇന്നും കാഴ്ചവെച്ചു. പിന്നെ ശുഭ്മൻ ഗിൽ ഇന്ന് കളിച്ചില്ല, ഇഞ്ചുറി ആയിരുന്നു. എല്ലാവരും വന്ന് സെഞ്ചുറി അടിച്ചിട്ട് പോയി. പക്ഷേ ശുഭ്മൻ ഗില്ലിനെ കൊണ്ട് പെടുത്തി ഗൗതം ഗംഭീർ അല്ലെങ്കിൽ അജിത് അഗാക്കറും കൂടെ ചേർന്നു. 3 ഫോർമാറ്റിനെ പ്ലെയർ ആക്കാൻ ശ്രമിച്ചു. ഇഞ്ചുറിയോട് ഇഞ്ചുറിയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ടെസ്റ്റ് കളിക്കാൻ കഴിഞ്ഞില്ല, ഇഞ്ചുറി ആവുന്നു. സ്കോഡിൽ നിന്ന് തന്നെ പുറത്താവുന്നു T20 വേൾഡ് കപ്പിനുള്ള സ്കോഡിൽ നിന്ന്. 3 ഫോർമാറ്റ് പ്ലെയർ ആക്കാൻ ശ്രമിച്ചതാണ്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ശുഭ്മൻ ഗില്ലിനെ വെച്ച് ഒതുക്കാൻ ശ്രമിച്ചതാണ്. ഇന്ന് ശുഭ്മൻ ഗില്ലിന്റെ അവസ്ഥ നോക്കിക്കേ. ഗൗതം ഗംഭീറും അജിത് അഗാക്കറും കൂടെ വരുത്തി വെച്ച വെനയാണ്. ഇന്ത്യയുടെ ന്യൂസിലാൻഡിനെതിരെയുള്ള ODI സ്കോഡിന് ഇതുവരെ പ്രഖ്യാപിച്ചില്ല. മേ ബി ഇഞ്ചുറി ആയിരിക്കാൻ കാരണം. ഇനി അതിലും കൂടെ പുറത്തിരിക്കുന്നതായിട്ട് വരുമോ എന്നറിയാൻ വയ്യ. സോ ശുഭ്മൻ ഗില്ല് ഇന്നത്തെ മത്സരം കളിക്കാൻ കഴിയുന്നില്ല, ഫിറ്റ് അല്ല. സോ അറിയില്ല അടുത്ത മത്സരത്തിനകത്ത് ശുഭ്മൻ ഗില്ല് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. കേരളം മനോഹരമായിട്ട് കളിച്ചു വന്നു ത്രിപുരയ്ക്കെതിരെ. ഫസ്റ്റ് ബാറ്റ് ചെയ്ത കേരളം 348 റൺസ് എടുക്കുന്നു, 8 വിക്കറ്റ് നഷ്ടത്തിൽ. മറുപടി ബാറ്റ് ചെയ്യാൻ വന്ന ത്രിപുര 203 റൺസ് എടുക്കാൻ കഴിഞ്ഞുള്ളൂ. 145 റൺസിന്റെ വിജയം കേരളം കരസ്ഥമാക്കി. വിഷ്ണു വിനോദ് നോക്കുവാണെങ്കിൽ സെഞ്ചുറി എടുത്തു.
റോഹൻ കുന്നിമൽ നോക്കുവാണെങ്കിൽ 94 റൺസ് എടുത്തു. ഓൾറൗണ്ട് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ബാബ അപരിജിത്ത് 64 റൺസ് എടുക്കുകയും ചെയ്തു. 5 ഓവറിൽ 15 റൺസ് വിട്ടുകൊടുത്തിട്ട് 5 വിക്കറ്റ് എടുത്തു ബാബ അപരിജിത്ത്. പ്ലെയർ ഓഫ് ദ മാച്ചാണ് അപരിജിത്ത്. സോ കേരളത്തിനും ആദ്യത്തെ കളിയിൽ മിന്നുന്ന വിജയം നേടാൻ കഴിഞ്ഞു. സഞ്ജു സാംസൺ ഇല്ലാതെ ജയിക്കാൻ കഴിഞ്ഞു. അതും നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് കേരള ടീമിനെ സംബന്ധിച്ചിടത്തോളം. സോ ഇന്ന് നോക്കുവാണെങ്കിൽ ഒരു നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ്